നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ മദ്യപാനം. 3 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പരിശോധന നടത്തിയത് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന്. വനവകുപ്പിന്റെ പ്രത്യേക ഡ്രൈവ്. ചാലക്കുടി പുഴയുടെ വലതുകര ഭാഗത്തു നിന്നും ഓടിച്ചുവിട്ട ആനകൾ പ്ലാന്റേഷൻ മേഖലയിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കിയെന്ന ആരോപണം. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ അയ്യമ്പുഴ നിവാസികൾ റോഡ് ഉപരോധിച്ചു. അന്തിക്കാട്ട് കുളം ശോചനീയാവസ്ഥയിൽ. വെള്ളത്തിന്റെ നിറം മാറി ദുർഗന്ധം വമിക്കുന്നു. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വടക്കാഞ്ചേരി മംഗലം സൗത്ത് കനാൽ പാലം പരിസരത്ത് 4ഉം 7ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. മധുര സ്വദേശിനിയായ മാതാവിനോടൊപ്പം തമിഴ്നാട്ടിലായിരുന്ന കുട്ടികൾ കഴിഞ്ഞ 8-ാം തീയതിയാണ് മംഗലത്ത് എത്തിയത്. അതിനാൽ തന്നെ എവിടെ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിസരത്തെ ജലസ്രോതസ്സുകളിൽ നിന്നെല്ലാം ആരോഗ്യവകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാതെയാണ് കുടുംബം ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പത്താങ്കല്ല് പരിസരത്ത് ഇന്റർ സെക്ടർ മീറ്റിംഗും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. മുണ്ടത്തിക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MF പോൾ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. യോഗത്തിൽ ഡിവിഷൻ കൗൺസിലർ ആസാദ്, മുൻ കൗൺസിലർ PR അരവിന്ദാക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിജയ് ചന്ദ്രൻ, MR സജിത തുടങ്ങിയവർ പങ്കെടുത്തു. TCV വടക്കാഞ്ചേരി. ഷിഗല്ലോസിസ് രോഗാണുബാധയ്ക്ക് കാരണമാകുന്നത് ഷിഗല്ല വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകൾ. വയറിളക്കമാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം. എന്നാൽ ഇത് സാധാരണ വയറിളക്കത്തേക്കാൾ ഗുരുതരമാണ്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് ഷിഗല്ല രോഗലക്ഷണങ്ങൾ. ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും കുടലിനെ ബാധിക്കുന്നു എന്നതിനാൽ വയറിളക്കമുണ്ടാകുമ്പോൾ രക്തവും പുറന്തള്ളപ്പെടാം. 2 മുതൽ 7 ദിവസം വരെ രോഗലക്ഷണങ്ങൾ കാണപ്പെടും. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ മദ്യപാനം നടത്തിയ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗ്രേഡ് SI ജോളി സെബാസ്റ്റ്യൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അഖിൽ കൃഷ്ണൻ, സജിത്ത് എന്നിവരെയാണ് തൃശൂർ റേഞ്ച് IG സസ്പെൻഡ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ കുടുങ്ങിയത്. കമ്മീഷണർക്ക് ലഭിച്ച വിവരത്തെ തുടർന്ന് വടക്കാഞ്ചേരി SHOയോട് ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പരിശോധനയിൽ ഗ്രേഡ് SIയും 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും മദ്യപിച്ചതായി കണ്ടെത്തി. ഇത് സംബന്ധിച്ച് കുന്നംകുളം ACPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷണർ നിർദ്ദേശം നൽകുകയായിരുന്നു. ACPയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് നടപടി. വനംവകുപ്പിന്റെ പ്രത്യേക ഡ്രൈവിൽ ചാലക്കുടി പുഴയുടെ വലതുകര ഭാഗത്തു നിന്നും ഓടിച്ചുവിട്ട ആനകൾ മൂലം പ്ലാന്റേഷൻ മേഖലയിലെ ജനജീവിതം താറുമാറായെന്ന് ആരോപണം. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ അയ്യമ്പുഴ പഞ്ചായത്ത് നിവാസികൾ റോഡ് ഉപരോധിച്ചു. എറണാകുളം ജില്ലാ അതിർത്തിയായ വെറ്റിലപ്പാറ പാലത്തിന്റെ മറുകരയിൽ നടന്ന ഉപരോധത്തിൽ നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടായി. സ്വകാര്യ വാഹനത്തിൽ സ്ഥലത്തെത്തിയ അതിരപ്പള്ളി SHOയെ പ്രതിഷേധക്കാർ തടഞ്ഞു. റോഡിൽ കുത്തിയിരുന്നവരോട് പിരിഞ്ഞുപോകാൻ SHO മനീഷ് ആവശ്യപ്പെട്ടതാണ് വാക്ക് തർക്കത്തിനിടയാക്കിയത്. ഇതിനിടെ അയ്യമ്പുഴ പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും പ്രതിഷേധക്കാർ എത്തിയപ്പോൾ പോലീസ് വിരട്ടി ഓടിച്ചുവെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. മെയ് 30-ന് അതിരപ്പള്ളി പഞ്ചായത്തിലെ വൈശ്ശേരിയിൽ മോഹനൻ എന്ന ഗൃഹനാഥനെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സ്ഥലത്തെത്തിയ വനം മന്ത്രി ഷിബു ബേബി ജോൺ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ആനകളെ തുരത്തുന്ന ദൌത്യത്തിന് പ്രത്യേക സംവിധാനം ഒരുക്കി. 6 സംഘങ്ങളായി തിരിഞ്ഞ് രാവും പകലും ആനകളെ വിരട്ടി ഓടിക്കുന്നുണ്ട്. പുഴ കടന്ന് മറുകരയിലേക്ക് പോകുന്ന ആനകൾ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ ചുറ്റിത്തിരിയുകയാണ്. ഇതാണ് തോട്ടം തൊഴിലാളി മേഖലയെ ഭീതിയിലാക്കുന്നത്. TCV ന്യൂസ് ചാലക്കുടി. നിരവധി ആളുകളെ ആകർഷിച്ചിരുന്ന അന്തിക്കാട്ടുകുളം ശോചനീയാവസ്ഥയിൽ. വെള്ളത്തിന്റെ നിറം മാറി ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതോടെ കുളം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലുള്ളതാണ് 4 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ കുളം. മുൻപ് നിരവധി ആളുകൾ ഇവിടെ കുളിക്കുകയും വസ്ത്രങ്ങൾ അലക്കുകയും നീന്തൽ പരിശീലനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി കുളത്തിൽ നിന്നുള്ള ദുർഗന്ധം മൂലം
ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് പരിസരവാസികൾ പറയുന്നു. 36 വർഷമായി ഇവിടെ. ഈ 36 വർഷവും ഈ കുളത്തിലാണ് അലക്കി കുളിക്കാൻ ഇന്ന് വരെ വന്നിരുന്നത്. പക്ഷെ ഇപ്പം തീരെ വരാൻ പറ്റില്ല. പൊട്ട വെള്ളവും മണവും. ഞങ്ങൾക്ക് വീട്ടിൽ അലക്കി കുളിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ അവിടെ അലക്കല്ലിടാനും അലക്കാനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ടാണ് ഈ കുളം ആശ്രയിച്ചിട്ട് ഇത്രയും വർഷം ഇവിടെ വന്നത്. ഇപ്പം തീരെ ഇറങ്ങാനും പറ്റില്ല. മണത്തിട്ട് അങ്ങോട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥയപ്പോൾ. കുളത്തിലെ വെള്ളത്തിൽ അമർന്നു കിടക്കുന്ന സസ്യലതാദികൾ ചീഞ്ഞ് ദുർഗന്ധം വമിക്കുകയാണ്. വൃക്ഷങ്ങളിൽ കൂടുകൂട്ടിയിട്ടുള്ള നീർക്കാക്കകളുടെയും കൊക്കുകളുടെയും കാഷ്ടം ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളും വെള്ളത്തെ മലിനമാക്കുന്നു. അന്തിക്കാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുളങ്ങളിൽ ഒന്നാണ് അന്തിക്കാട്ട് കുളം. അത് വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പൂപ്പലൊക്കെ നിറഞ്ഞ് ആൾക്കാർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളില്ല. സ്മെല്ല് അവിടെ സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഇങ്ങനെ ഉണ്ടാവണം. ഇതിനു പുറമെ അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിലെ ചാലുകളിൽ നിന്ന് വേനൽക്കാലങ്ങളിൽ കുളത്തിലേക്ക് വെള്ളം കയറ്റിയിരുന്ന പൈപ്പുകൾ മുഴുവൻ കേടുവന്നതോടെ ഇറിഗേഷന്റെ ജലവിതരണ ശൃംഖല വഴി കുളത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. വെള്ളം വരാനും ഒഴുകിപ്പോകാനുമുള്ള സൗകര്യങ്ങൾ നിലച്ചതും കുളത്തിന്റെ ദുസ്ഥിതിക്ക് മറ്റൊരു കാരണമായിരിക്കുകയാണ്. TCV തൃശൂർ. ജില്ലയിൽ കന്നുകാലികളെ മോഷ്ടിക്കുന്ന സംഘം കറങ്ങുന്നു. മുല്ലശ്ശേരി എലവത്തൂർ പതിയാർകുളങ്ങരയിൽ താമസിക്കുന്ന കർഷകനായ തോണുകര അനീഷിന്റെയും സഹോദരൻ സനീഷിന്റെയും 3 കന്നുകാലികളെയാണ് ഈ മാസം 5-ന് മോഷണം പോയത്. 1.5 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന 2 പോത്തുകളും ഒരു എരുമയുമാണ് നഷ്ടപ്പെട്ടത്. കന്നുകാലികളെ വളർത്തി ഉപജീവനം നടത്തുന്ന ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ജൂൺ 11-ന് പറമ്പിൽ കെട്ടിയിരുന്ന 2 പോത്തുകളെ കൂടി കാണാതായി. തുടർന്ന് വീട്ടുകാരും പരിസരവാസികളും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ എലവത്തൂർ ശ്മശാനത്തിന് പുറകിൽ നിന്നും കാണാതായ 2 പോത്തുകളെ കണ്ടെത്തി. ഇത് സംബന്ധിച്ച് വീട്ടുകാർ വീണ്ടും പോലീസിൽ പരാതി നൽകിയതായി ലിബി സനീഷ് പറഞ്ഞു. ഞങ്ങൾക്ക് 7 പോത്താണുള്ളത്. അതിൽ കഴിഞ്ഞ 5-ാം തീയതി ഒരു 3 എണ്ണത്തിന് കളവ് പോയായിരുന്നു. ഒരു 2 പോത്തും ഒരു എരുമയും കൂടിയിട്ടാണ് കളവ് പോയത്. അത് പക്ഷെ അവര് കെട്ടഴിഞ്ഞ് പോയതാണെന്ന് വിചാരിച്ചത്. പക്ഷെ അവർ അങ്ങനെ അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചു വരേണ്ടതാണ്. അവരന്നത്തെ രാത്രി വന്നില്ല. പിറ്റേ ദിവസം ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ ഇവിടെ പരിസരത്തൊക്കെ അന്വേഷിച്ചപ്പോൾ കാണാൻ സാധിച്ചില്ല. അപ്പം ഞങ്ങൾ പാവട്ടി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. CIക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവർ സാറുമാർ വന്നിട്ട് അന്ന് ഫുള്ള് തെരച്ചിൽ പോലെ നടത്തി. പക്ഷെ അവർക്കും കണ്ടെത്താൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ വീണ്ടും ഈ 11-ാം തീയതി രാത്രി ഒരു 2 പോത്തിനെ വീണ്ടും കാണാണ്ടായി. വീടിന്റെ പിന്നില് തൊഴുത്തിന്റെ സൈഡിലായിട്ട് സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ പോയി നോക്കുന്നത്. അപ്പൊ ഇവിടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളും കുറച്ച് നാട്ടുപേരും കൂടിയിട്ടാണ് തെരച്ചിൽ നടത്തിയത്. അങ്ങനെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ശ്മശാനുണ്ട്. അതിന്റെ പിന്നീന്ന് ഉപേക്ഷിച്ച നിലയിലാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ ആ 2 എണ്ണത്തിന് നമുക്ക് കയ്യിൽ കിട്ടി. പക്ഷെ ആദ്യം പോയ 3 എണ്ണത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. കന്നുകാലി മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടിയുണ്ടാകണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലൂറ്റ് നായ്ക്കുളം കിഴക്കൂട്ട് വീട്ടിൽ 23 വയസ്സുള്ള ഗോകുലാണ് മരിച്ചത്. പന്തലാലുക്കൽ ക്ഷേത്രക്കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിനിടയിൽ ക്ഷേത്രക്കുളങ്ങരയിൽ ഇയാളുടെ വസ്ത്രം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ 120 വർഷം മുൻപ് സ്ഥാപിച്ച വലിയ ദീപസ്തംഭം അറ്റകുറ്റപ്പണിക്ക് ശേഷം നവീകരിച്ച് സ്ഥാപിച്ചതിന്റെ സമർപ്പണം തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 6-ന് നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി K. മുരളീധരൻ ദീപസ്തംഭത്തിന്റെ സമർപ്പണം നിർവഹിക്കും. പരമ്പരാഗത തനിമയിൽ 1 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ദീപസ്തംഭം കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് അതീവ ശ്രദ്ധയോടെയാണ് നവീകരിച്ചിരിക്കുന്നത്. ദീപസ്തംഭത്തിന്റെ പ്രധാന ഭാഗമായ 28.5 അടി ഉയരമുള്ള തടി പുതിയ തേക്കിലാണ് തീർത്തത്. ഇതിന് കൂടുതൽ ഉറപ്പും സുരക്ഷയും നൽകാനായി ഉൾഭാഗത്ത് പൈപ്പ് കേസിംഗ് ഘടിപ്പിച്ചിട്ടുണ്ട്. പഴയ ദീപസ്തംഭത്തിലുണ്ടായിരുന്ന വെള്ളോടിൽ തീർത്ത 13 തട്ടുകളും വിദഗ്ധമായി പോളിഷ് ചെയ്ത് തിളക്കം വരുത്തിയാണ് പുനഃസ്ഥാപിച്ചത്. ദീപസ്തംഭത്തിന്റെ താഴെ ഭാഗത്ത് 2.5 അടി ഉയരത്തിൽ പിച്ചള പൊതിഞ്ഞ് കൂടുതൽ ആകർഷകവുമാക്കിയിട്ടുണ്ട്. 1906-ൽ കൊല്ലവർഷം 1085 ചിങ്ങം 1-ന് AICC പ്രസിഡന്റായിരുന്ന പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ചേറ്റൂർ ശങ്കരൻ നായരാണിത് വഴിപാടായി ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ചെന്നൈയിൽ വ്യവസായം നടത്തുന്ന സനിൽകുമാർ എന്ന ഭക്തനാണ് നവീകരണ പ്രവൃത്തി വഴിപാടായി സമർപ്പിച്ചത്. ഈ പുരാതന ദീപസ്തംഭം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന അടയാളങ്ങളിലൊന്നാണ്. ആചാരപരമായ ചടങ്ങുകൾക്കും ഭക്തരുടെ സമർപ്പണങ്ങൾക്കും സാക്ഷിയായ ഈ ദീപസ്തംഭം നവീകരണത്തിലൂടെ ഇനി ദശാബ്ദങ്ങളോളം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ
പ്രകാശിച്ചു നിൽക്കും. TCV ഗുരുവായൂർ. ഇടവേള. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. പേരാമംഗലം മനപ്പടി ഭാഗത്ത് കാർ കാനയിലേക്ക് മറിഞ്ഞു. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ കാനയിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ജില്ലയിലെ ഹയർ സെക്കൻഡറി കൊമേഴ്സ് അധ്യാപകരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സ് +2 പരീക്ഷയിൽ കൊമേഴ്സിൽ ഫുൾ A+ നേടിയവരെയും അക്കൌണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് വിഷയങ്ങളിൽ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആദരം രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് സിബിൻ ലാസർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ മുഖ്യാതിഥിയായി. സെക്രട്ടറി K. വിനോദ്, പ്രോഗ്രാം ഡയറക്ടർ NJ ആൻസി, കേരള കൊമേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ബൈജു ആന്റണി, ട്രഷറർ P. ജയപ്രകാശ്, പ്രോഗ്രാം ജോയിന്റ് ഡയറക്ടർ അനു വി അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കൊമേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബൈജു ആന്റണിയെ ചടങ്ങിൽ ആദരിച്ചു. കെമിസ്ട്രിയിൽ മുഴുവൻ മാർക്കും വാങ്ങി +2 ജയിച്ച ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികളെയും അസോസിയേഷൻ ഓഫ് കെമിസ്ട്രി ടീച്ചേഴ്സ് ആദരിച്ചു. കുരിയച്ചിറ സെന്റ് പോൾസ് സ്കൂളിൽ നടന്ന ചടങ്ങ് യുവജനക്ഷേമ മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൃശൂർ ജില്ലയിൽ +2 പരീക്ഷയിൽ കെമിസ്ട്രിയിൽ മുഴുവൻ മാർക്ക് നേടിയ 265ഓളം വിദ്യാർത്ഥികളെയും എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് ലഭിച്ച 4 വിദ്യാർത്ഥികളെയും ആദരിച്ചു. ആക്ട് പ്രസിഡന്റ് സിന്ധു M. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് മുഖ്യാതിഥിയായി. ഡോക്ടർ അബി പോൾ, ആക്ട് ജോയിന്റ് സെക്രട്ടറി TG സരിത, ഹയർ സെക്കൻഡറി തൃശൂർ കോർഡിനേറ്റർ EK ഗീത, കുരിയച്ചിറ സെന്റ് പോൾ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ നമിത റോസ് തുടങ്ങിയവർ സംസാരിച്ചു. ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് കയ്പമംഗലത്ത് 100 അടി നീളമുള്ള ബ്രസീൽ ഫ്ലക്സ് ശ്രദ്ധേയമായി. കോരിക്കുഴിയിൽ ഗോൾഡൻ സ്റ്റാർ ക്ലബിന്റെയും ഹീറോ യങ്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ഫുട്ബോൾ ആരാധക സംഗമവും വർണ്ണാഭമായ റാലിയും സംഘടിപ്പിച്ചു. ഹീറോ യങ്സ് ക്ലബ് പരിസരത്ത് ആരംഭിച്ച റാലി ഗോൾഡൻ സ്റ്റാർ ക്ലബ് സ്ഥാപിച്ച ബ്രസീലിന്റെ 100 അടി നീളമുള്ള ഭീമൻ ഫ്ലക്സ് ബോർഡിന് മുന്നിൽ സമാപിച്ചു. വാർഡ് മെമ്പർ ഷാഹിർ പഴുംപറമ്പിൽ, TK ഉബൈദ, ER ജോഷി, IS കാസിം, PY ബിനാസ്, ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. തലൂർ ദീപ്തി ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സമർപ്പിതരുടെ സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥികളായ പുരോഹിതരുടെ നേതൃത്വത്തിലുള്ള ദിവ്യബലിക്ക് ശേഷം നടന്ന പൊതുയോഗം മുൻ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഫ്രാൻസിസ് കൂരിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ ജിയോ ആലനോലിക്കൽ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പാൾ ഫാദർ ജോഷി കണ്ണൂക്കാടൻ, ഹെഡ് മിസ്റ്റേഴ്സ് റീന കെ ജോൺ, വാർഡ് മെമ്പർ ജോസ് ലൂയിസ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ലോകം ഫുട്ബോൾ ആവേശത്തിൽ അമരുമ്പോൾ അർജന്റീനയോടുള്ള അടങ്ങാത്ത ആരാധന പ്രകടിപ്പിക്കാൻ വ്യത്യസ്തമായ മാർഗം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഗുരുവായൂർ സ്വദേശിയായ ഷെഹ്സാദ്. അർജന്റീനയുടെ വർണ്ണങ്ങൾ പതിപ്പിച്ച മിനി കൂപ്പർ കാറുമായാണ് ഷെഹ്സാദ് നിരത്തിലിറങ്ങിയത്. അയർലൻഡിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായ ഷെഹ്സാദ് അടുത്ത മാസം പഠനത്തിനായി മടങ്ങാനിരിക്കെയാണ് പ്രിയപ്പെട്ട ടീമിനോടുള്ള സ്നേഹം ഈ രീതിയിൽ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത്. കുടുംബവും കടുത്ത അർജന്റീന ആരാധകരാണെന്ന് ഷെഹ്സാദ് പറയുന്നു. വാഹനം നിരത്തിലിറക്കിയതോടെ ആരാധകരുടെ തിരക്കാണ്. ലയണൽ മെസ്സിയുടെ ജേഴ്സി അണിഞ്ഞ് ഈ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും സെൽഫി എടുക്കാൻ തടിച്ചുകൂടുന്ന ആരാധകരെ കാണുന്നത് വലിയ സന്തോഷമാണെന്ന് ഷെഹ്സാദ് പറയുന്നു. ഇത് നമ്മൾ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോ
മെസ്സിനൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ, പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ അങ്ങനെ ചെയ്തു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്, അങ്ങനെ ചെയ്തതാ. പിന്നെ ആൾക്കാരൊക്കെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര രക്ഷയില്ല. പിള്ളേരും എല്ലാരും വന്നിട്ട് ഫോട്ടോ എടുക്കാനാണേലും പിള്ളേരൊക്കെ പിന്നാലെ ഓടി വന്ന് ഫോട്ടോ എടുക്കുമ്പോ ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം. സ്വിഫ്റ്റ് പോലുള്ള വാഹനങ്ങളിൽ പലരും സ്റ്റിക്കറുകൾ പതിക്കാറുണ്ടെങ്കിലും ഒരു മിനി കൂപ്പറിൽ ഇത്തരം ഒരു പരീക്ഷണം ആദ്യമാണ്. ഷഹ്സാദിന്റെ വേറിട്ട മാതൃക കണ്ട് ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ ആരാധകരും തങ്ങളുടെ വാഹനങ്ങളിൽ ആ രാജ്യങ്ങളുടെ നിറങ്ങൾ നൽകാനുള്ള തിരക്കിലാണ്. ലോകകപ്പ് ഫുട്ബോൾ അവസാനിക്കുന്നതോടെ കാർ പഴയ രൂപത്തിലേക്ക് മാറ്റുമെന്ന് ഷഹ്സാദ് വ്യക്തമാക്കി. TCV ഗുരുവായൂർ. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അലക്സ് മറൂട്ടിക്കൽ, ഫാദർ സിറിൽ എടമന എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണം നടന്നു. നേർച്ചയൂട്ടിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. വികാരി ഫാദർ ഡേവിസ് ചിറമൽ, അസിസ്റ്റന്റ് വികാരി ജോൺ പുത്തൂർ, ട്രസ്റ്റിമാരായ ആന്റോ വടക്കുപാടൻ, പിയൂസ് ചാലിശ്ശേരി, തോമസ് ഇടമറ്റത്തിൽ, ലിയോ ആലപ്പാട്ട്, ജനറൽ കൺവീനർ ജോയ് പാറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോഷി പാലിയേക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിലോണിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ അന്തോണിസിന്റെ തിരുസ്വരൂപം കൺവീനർ EA ജോർജ് ലോറൻസ് ഏറ്റുവാങ്ങി. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര നേതൃത്വം നൽകി. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായിക്കൽ നേതൃത്വം നൽകി. ജനറൽ കൺവീനർ ആൽവിൻ പീറ്റർ, ട്രസ്റ്റിമാരായ സൈമൺ വടക്കൂട്ട്, വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ആൻഡോ ചിറയത്ത് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഹൃദയത്തിനും ശ്വാസകോശത്തിനും ഗുരുതര രോഗം ബാധിച്ച കുന്നംകുളം കുറുക്കൻപാറ സ്വദേശിയായ യുവാവ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. കുറുക്കൻപാറ കളത്തിൽ തമ്പി മകൻ 37 വയസ്സുള്ള സിബിൻ ഹൃദയത്തിനും ശ്വാസകോശത്തിനും ബാധിച്ച ഗുരുതരമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സിബിന്റെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടവരാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഹൃദയവും ശ്വാസകോശവും മാറ്റിവെക്കുക മാത്രമാണ് സിബിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏക വഴി. ഇതിനായി 70 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. മികച്ച ചികിത്സയ്ക്കായി സിബിനെ ഇപ്പോൾ ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തുടർ ചികിത്സയ്ക്കായി സിബിൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. കാരുണ്യമതികളുടെ സഹായം താഴെ പറയുന്ന അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്. TCV ന്യൂസ്, കുന്നംകുളം. പോർക്കളങ്ങാട് നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും റെഡ് ആർമി ഇഞ്ചിക്കുന്നിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അടിക്കാം ലഹരിക്കെതിരെ ഒരു സൂപ്പർ ഗോൾ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളായ ദിവ്യ സുരേഷ്, അനൂപ് ചന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് ഓഫീസർ സുനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു.
ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ കനാൽ പുറമ്പോക്കിലെ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. LDF പാർലമെന്ററി പാർട്ടി ലീഡർ ജിൽ ആന്റണിയുടെ നേതൃത്വത്തിലാണ് കടയുടെ മുന്നിൽ കൌൺസിലർമാർ കുത്തിയിരുന്നത്. കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തപ്പോൾ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റുമെന്ന് ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉറപ്പു നൽകിയിരുന്നതാണെന്നും എന്നാൽ രഹസ്യമായി ഇതിന്റെ ഉടമകളെ സംരക്ഷിക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്നും ജിൽ ആന്റണി കുറ്റപ്പെടുത്തി. അനധികൃത സ്ഥാപനം പൊളിക്കുന്നതുവരെ സമരം തുടരുമെന്ന് കൌൺസിലർ വിൽസൺ പാണാട്ടുപറമ്പിൽ പറഞ്ഞു. പുതുക്കാട് ദേശീയപാതയ്ക്ക് സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ കൂറ്റൻ പരസ്യ ബോർഡ് സ്ഥാപിച്ചത് അനുമതിയില്ലാതെയെന്ന് പഞ്ചായത്ത് ഭരണസമിതി. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനോട് ചേർന്നുള്ള 3 നില കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച കൂറ്റൻ പരസ്യ ബോർഡ് നീക്കിയില്ലെന്നും നോട്ടീസ് നടപടികൾ വൈകിപ്പിച്ചെന്നും ആരോപിച്ച് കോൺഗ്രസ് അംഗം ജോളി ചുക്കിരി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു വിശദീകരണക്കുറിപ്പിറക്കിയത്. കെട്ടിടത്തിന് മുകളിൽ ബോർഡ് സ്ഥാപിക്കുന്നതിനെതിരെ പഞ്ചായത്ത് അംഗം ജോളി ചുക്കിരി നേരത്തെ പരാതിപ്പെടുകയും പഞ്ചായത്ത് കെട്ടിട ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് പരസ്യം സ്ഥാപിക്കുന്നതിന് ഏജൻസി സമർപ്പിച്ച അപേക്ഷ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ഭരണസമിതി തിരിച്ചയച്ചിരുന്നു. എന്നാൽ അനുമതിയില്ലാതെ തന്നെ ബോർഡ് സ്ഥാപിച്ചതോടെ കെട്ടിട ഉടമയ്ക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകുകയായിരുന്നു. ഇതിന് ബോർഡ് സ്ഥാപിച്ചത് നിയമാനുസൃതമാണെന്ന് കെട്ടിട ഉടമ മറുപടി നൽകി. ഇതിനെതിരെ 5 ദിവസത്തിനകം ബോർഡ് മാറ്റാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ ഈ സമയപരിധി പൂർത്തിയാകും മുമ്പ് കെട്ടിട ഉടമ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയായിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് 13-ാം വാർഡിലെ നിർമ്മാണം പൂർത്തിയായ അങ്കൺവാടി റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KV ഷിജു അധ്യക്ഷനായി. 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജശ്രീ ഗോപകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ മദ്യപാനം. 3 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പരിശോധന നടത്തിയത് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന്. വനംവകുപ്പിന്റെ പ്രത്യേക ഡ്രൈവ്. ചാലക്കുടി പുഴയുടെ വലതുകര ഭാഗത്തു നിന്നും ഓടിച്ചുവിട്ട ആനകൾ പ്ലാന്റേഷൻ മേഖലയിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കിയെന്ന ആരോപണം. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ അയ്യമ്പുഴ നിവാസികൾ റോഡ് ഉപരോധിച്ചു. അന്തിക്കാട്ടുകുളം ശോചനീയാവസ്ഥയിൽ. വെള്ളത്തിന്റെ നിറം മാറി ദുർഗന്ധം വമിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.